കരങ്ങളും ഉയർത്തി ചേർന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ സ്വാഗതം ചെയ്യുന്നു. Jesus. സർവഭൂമിയിൽ നിന്നും യേശുവേ അവിടുന്ന് മാത്രം യോഗ്യൻ. താങ്കളെ ഇന്ന് പകൽ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നത് ഞങ്ങൾക്ക് എന്തുമാത്രം അഭിമാനവും സന്തോഷവും ഉണ്ടെന്നറിയാമോ? യേശു താങ്കളെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായ ഉറക്കം വിശ്രമം നമുക്ക് ദൈവം നൽകി തന്നു. ഈ പകൽ രണ്ട് കരങ്ങളും നിവർത്തി യേശുവിന്റെ സന്നിധിയിൽ അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം ഞങ്ങളോട് ചേർന്ന് പാടിക്കൊണ്ട് We are so proud of having you with us this morning. And I tell you, Jesus loves you and Jesus has great things in store for you. He has kept each of us in different areas of our life. Let's sing together and give praise to the Lord. ഒന്നുകൂടെ നാം ഒന്നിച്ച് കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് ഈ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവ്. യേശു നമ്മെ സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് ഈ പ്രഭാതത്തിൽ നന്ദി പറഞ്ഞു. ഞാൻ ഉറപ്പായി പറയട്ടെ, കർത്താവിൻ്റെ തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുവാനുണ്ട്. യേശുവിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുക. കുഴഞ്ഞ അസ്ഥികളെ യേശുവിൻ്റെ വചനം ബലപ്പെടുത്തുക. നമ്മുടെ ഉടഞ്ഞുപോയ ഉള്ളത്തെ യേശുവിൻ്റെ വചനം സമൃദ്ധമായ ജീവനിലേക്ക് കൊണ്ടുവരും. നമ്മൾ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ട പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. യേശു ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഹൃദയം ദൈവിക സന്തോഷം കൊണ്ട് നിറഞ്ഞു വികസിക്കണമെന്ന്. I tell you, God has not planned anything evil for your life. The Lord wants you to be full of His joy and gladness and the abundance of His life. The fruit of eternal life, നിത്യ ജീവന്റെ ഫലവും സമൃദ്ധമായ ജീവൻ താങ്കൾക്ക് ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. I tell you, ഇന്ന് പകൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. രോഗികളെ യേശു ഇന്ന് പകൽ സൗഖ്യമാക്കും. നമ്മുടെ കെടുതികൾ പിശാച് സാത്താൻ നമ്മുടെ മേൽ കൊണ്ടുവന്ന് വെച്ച നുഖങ്ങളുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ചില പ്രിയപ്പെട്ടവർ കടന്നു പോയിട്ടുണ്ട്. കാരണം പാതിരയ്ക്കൊക്കെ ഇവിടെ ടെലഫോണുകൾ ധാരാളം വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അറിയാം ചിലരൊക്കെ പ്രയാസത്തിലൂടെ പോയിട്ടുണ്ട് എന്ന്. എന്നാൽ ഇന്ന് പകൽ സന്തോഷ വാർത്ത, യേശു നമുക്കുണ്ട്. ഉറക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, എനിക്ക് യേശുവുണ്ട്. കമോ, ഞങ്ങളോട് ചേർന്ന് പറഞ്ഞാൽ യേശു എനിക്കുണ്ട്, എനിക്ക് യേശുവുണ്ട്. I have
മൈ ജീസസ്. യേശു എനിക്കുള്ളത് കൊണ്ട് ഞാനിവിടെ തകർന്ന് കിടക്കാൻ പോവല്ല, ഞാനിവിടെ നശിക്കാൻ പോവല്ല. ഇത് എൻ്റെ അവസാനമല്ല. ഐ ആം ഗോയിങ് ടു റൈസ് അപ്പ്. ഞാൻ എഴുന്നേൽക്കാൻ പോകുക, കാരണം എനിക്ക് എൻ്റെ യേശുവുണ്ട്. ഗുഡ് മോർണിംഗ് പാസ്റ്റർ. ഗുഡ് മോർണിംഗ് പ്രമോദ്. പാസ്റ്റർ, ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആലപ്പുഴയിലുള്ള പ്രൈസ് ജനറേഷന്റെ പാസ്റ്റർ ജോഷിയാണ്. പാസ്റ്റർ ജോഷി നമ്മുടെ കുടുംബാംഗമാണ്. പ്രേയിങ് കേരള മിനിസ്ട്രി ടീമിലുള്ള ആളാണ്. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി പറയാൻ പറ്റും, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന്, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ. കർത്താവിന്റെ വചനത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ, അവിടുത്തെ വചനം, അവിടുന്ന് അയച്ച അഭിഷിക്ത ദാസനിലൂടെ, പാസ്റ്റർ ജോഷിയിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ആത്മാവിനായി ഞങ്ങൾ തുറക്കുന്നു. അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ അടുത്തു വരുന്നത്. അവിടുത്തെ വചനമാണ് ഞങ്ങളുടെ ജീവൻ. അവിടുത്തെ വചനമാണ് ഞങ്ങളുടെ അടിസ്ഥാനം. അവിടുത്തെ വചനമാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. കർത്താവേ, അവിടുത്തെ അവിടുത്തെ വചനം. Lord, we come to your presence for your eternal word. Your word is a lamp unto my feet, Lord, and a light unto my path, Lord. Father, in you there is eternal riches, Lord. Oh yes, Lord. Yes, Lord. Yes, Lord. We come to you. Speak to us, Lord. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. Use your servant Pastor Joshi in your hands, Lord. Bless us together as we are before you. In Jesus' name. Pastor Joshi, ഈ പകൽ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആലപ്പുഴയിൽ നിന്ന് വെളുപ്പിനെ യാത്ര ചെയ്ത് കടന്നു വന്നതിൽ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ആലപ്പുഴ പട്ടണത്തെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഇളക്കി മറിച്ചുകൊണ്ട് അനേക ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ ആലപ്പുഴയിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ കർത്താവ് വിലപ്പെട്ട ദൈവദാസനെ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. എനിക്കറിയാം, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഇന്ന് പകൽ അയച്ചപ്പോൾ നമ്മോട് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കേണ്ട ദൂതുമായിട്ട് അയച്ചിരിക്കുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിച്ചാട്ട്. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഗ്രേസ് ചാപ്പൽ ഒരുക്കുന്ന പ്രേയിങ് കേരള എന്ന പ്രാർത്ഥന ഭൂമിയുടെ എല്ലാ ഭാഗത്തും, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും അതിശക്തമായി ആയിരങ്ങളെ ലക്ഷങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഇതിന്റെ തുടക്കകാലം മുതൽ വരാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്നത്തെ ചിന്ത കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്, യേശു പ്രാർത്ഥനയോടെ 3 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് മറുരൂപ മലയിലേക്ക് കടന്നുപോയ ആ ഭാഗമാണ് ഈ പ്രഭാതത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി മാറി. ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞൊരു വേദഭാഗമാണ്. യേശുവിന്റെ ശിഷ്യന്മാരിൽ 3 പേരെ, പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ, ഈ 3 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് മലയിലേക്ക് തനിയെ കൊണ്ടുപോയി. ആ മലയിൽ ഈ ശിഷ്യന്മാര് യേശുവിന്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഇവര് 3 പേര് ഉറങ്ങിപ്പോയി. നമ്മുടെ പ്രതിനിധികളാണ് പത്രോസും യാക്കോബ് യോഹന്നാനും. ഇവര് 3 പേരും ഉറങ്ങി. പക്ഷെ ഇവര് ഉണർന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. യേശുവിന്റെ കൂടെ മോശ, പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകൻ. 2 ഏലിയാവ്, ദൈവം ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ടുപോയി ഏലിയാവ്, യേശു. അവർ 3 പേരിൽ നിന്ന് സംഭാഷിക്കുന്നത് കാണും. ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നമുക്കവിടെ കാണാം. യേശു ഈ ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേർ അവരുടെ ഹൃദയത്തിൽ ലൗകിക ചിന്തകളായിരിക്കാം അവർ ഉറങ്ങിപ്പോയി. അവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണു തുറന്നപ്പോൾ അവർ കാണാൻ കൊതിച്ച 3 പേരെ അവർ കാണുകയാണ്. 1, യേശു അവരുടെ കൂടെ ഉണ്ട്. 2, അവർ വേദപുസ്തകത്തിൽ മാത്രം കേട്ടിട്ടുള്ള ഇസ്രായേൽ ജനത്തെ നടത്തിയ
മോശെ ഏലിയാവിനെയും കണ്ടു. ഈ രണ്ടു പേര് യേശുവിനോട് സംഭാഷിക്കുന്നത് കണ്ടു. പത്രോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് 3 കുടിലുണ്ടാക്കാം കർത്താവേ, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക്. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പൻ. എന്തുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം അങ്ങനെ ഉണ്ടായി? പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഈ പഴയ നിയമ പ്രവാചകന്മാരെ കണ്ടപ്പോൾ യേശുവിനോട് അവരെ തുല്യരാക്കി. എന്നാൽ യേശു ആരാണ്? മോശയെയും ഏലിയാവിനെയും ഒക്കെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവത്തിന്റെ മനുഷ്യ അവതാരമാണെന്നുള്ള കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട ഇവരുടെ ഇടയ്ക്കുള്ള സാഹചര്യത്തിൽ മറന്നുപോയി. നമുക്ക് സംഭവിക്കാം, നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കത്തില്ല, നമ്മൾ മറ്റുള്ള പലതിന്റെ പുറകെ പോകാം. എന്നാൽ അതിൽ നിന്ന് മോശയുടെ ഒരു ചരിത്രം പറയാനുള്ള സമയം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മോശയെ ദൈവം വലിയ ശുശ്രൂഷ കണ്ട് വിളിച്ചതാണ്. എന്നാൽ അവന് 2 പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. പ്രേയിങ് കേരളയുടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ മോശയെക്കുറിച്ച് 2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മോശയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തെ ഒന്ന് കാണുക, കർത്താവിന്റെ മുഖമൊന്ന് കാണുക. ദൈവം പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നമ്മൾ കാണുന്നു, മോശയോട് പറഞ്ഞു, നീ ഒരു പാറയുടെ പിളർപ്പിലോട്ട് കയറിക്കോ, എനിക്ക് നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, എന്നാൽ നീ ഒരു പാറയുടെ പിളർപ്പിലോട്ട് മാറി നിന്നാൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. ദൈവം കടന്നുപോയപ്പോൾ, ദൈവത്തിന്റെ തേജസ് കടന്നുപോയപ്പോൾ ആ പുറകുവശം മാത്രം കാണാൻ കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം, അവന്റെ പ്രാർത്ഥനയായിരുന്നു, ദൈവം എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോശ ഒരു കൊടുമുടിയിൽ അവൻ മരിച്ചു, അവന് ദൈവം ഇറങ്ങി വന്ന് അടക്കി. എന്നാൽ അവൻ അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അവൻ മരിച്ച് 2000 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിടെ നിവൃത്തിയാക്കുകയാണ്. ആരാണ്? അവന്റെ ആഗ്രഹമായിരുന്നു ദൈവത്തെ ഒന്ന് കാണണം. ഇതാ, അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് മറുരൂപ മലയിൽ നിർത്തി അവന്റെ മുമ്പാകെ യേശു സൂര്യനേക്കാൾ മിന്നുന്ന ശോഭയോടെ രൂപാന്തരപ്പെട്ടു. അവൻ രൂപാന്തരപ്പെട്ടു. അതായത് നീ മരിച്ചുപോയാൽ പോലും നിന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ മതിയായ ഒരു കർത്താവാണ്. മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി, മോശേ, പണ്ട് നീ എന്റെ പുറകൊന്ന് കണ്ടു, ഇപ്പോൾ നിനക്ക് എന്റെ മുഖമൊന്ന് കാണാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി തരുവാൻ കർത്താവ് മതിയായവനാണ്. കർത്താവ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇതാ മനുഷ്യാവതാരം എടുത്ത കർത്താവ്. മോശയെ കണ്ടുകൊള്ളുക. ഈ കാലഘട്ടത്തിലുള്ള പലർക്കും എന്നെ മനസ്സിലായിട്ടില്ല, എന്നാൽ നിങ്ങൾ കാത്തിരുന്നവനാണ് ഞാൻ, നിങ്ങൾ പ്രവചിച്ചവനാണ് ഞാൻ, നിങ്ങളുടെ പ്രതീക്ഷയാണ് ഞാൻ. സൂര്യനേക്കാൾ മിന്നുന്ന ശോഭയോടെ യേശു അവിടെ പ്രകാശിച്ചു. മോശയുടെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയായി രണ്ടാമത്തെ അവന്റെ ഒരു ആഗ്രഹമുണ്ടായി. അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ കനാൻ ദേശത്ത് കാലുകുത്താൻ ആഗ്രഹിച്ചു. പക്ഷെ മോശ മരുഭൂമിയിൽ മാറ്റപ്പെട്ടു. അവന് വാഗ്ദത്തത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവ് അവനെ കൊണ്ടുവന്ന് ആ മലയിലേക്ക് ഇറക്കി. ഇപ്പോൾ കനാൻ ദേശത്ത് കാലുകുത്തി നിൽക്കുകയാണ്. 2 കാര്യങ്ങൾക്ക് ദൈവം അവന് മറുപടി കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവസന്നിധിയിൽ ഒരു വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഇല്ലാതെയില്ല. ദൈവത്തിന് തന്റെ മക്കളുടെ സകല വിഷയത്തിനും മറുപടി തരാൻ കഴിയും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു സത്യം നിങ്ങൾ അറിയണം, കർത്താവിന് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. തന്റെ അടുക്കൽ വരുന്നവരെ ഒരു നാൾ തള്ളിക്കളയില്ല. പ്രേയിങ് കേരള പ്രോഗ്രാം വീക്ഷിക്കുന്ന മാന്യരായ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദാസൻ 1 വർഷത്തോളം എടുക്കുന്നു, നീണ്ട നാളുകളായി എല്ലാ ദിവസവും ഈ നടത്തുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ഏതെല്ലാം രാജ്യത്ത് എവിടെയെല്ലാം ഇരുന്നത് കാണുന്നുവോ അതിന് മറുപടി ഉണ്ട്. ശക്തമായ വിടുതലുണ്ട്.
നിങ്ങൾ അതിന്റെ മറുപടി പ്രാപിച്ചിരിക്കും. നിങ്ങൾ ഈ സമയത്ത് എവിടെയെല്ലാം നിൽക്കുന്നുവോ അതിന്റെ മറുപടി കർത്താവ് തന്നിരിക്കും. മോശയെ മാത്രമല്ല, ഏലിയാവിനെ മാത്രമല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരും തന്നോട് അടുത്തു വരുന്നവരെ അവൻ ഒരു നാള് തള്ളിക്കളയില്ല. വിശ്വസിക്കുക. കർത്താവിന്റെ കൈകളിലേക്ക് നമ്മെ തന്നെ കൊടുക്കാം. പാസ്റ്ററെ, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, കാൽമുട്ട് വേദനയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഒന്ന്, പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു, വളരെ നാളുകൾക്ക് ശേഷം മകൾക്ക് ജോലി ലഭിച്ചു. വൈഫിന്റെ മെഡിക്കൽ റിപ്പോർട്ടിന് പോയപ്പോൾ എക്സ്റേയിൽ TB പാടുകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ച യേശു അത്ഭുതം പ്രവർത്തിച്ചു. അല്പം പോലും ആ പാടുകൾ ആ എക്സ്റേ റിപ്പോർട്ടിൽ പിന്നീടില്ല. ഇത് എവിടെ നിന്നോ ആരും അയച്ചൊരു ഒരു ഇമെയിലാ. നൂറുകണക്കിന് വിടുതലുകൾ. പാസ്റ്റർ പറഞ്ഞത് 100% സത്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അഥവാ ഈ തലമുറയിൽ മറുപടി കണ്ടില്ലെങ്കിലും അടുത്ത തലമുറയിൽ മറുപടി ഉണ്ടാകും. കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. പാസ്റ്റർ ഇന്ന് പകൽ സംസാരിക്കുവാൻ എടുത്ത വാക്യം മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഗോസ്പൽ ഓഫ് മാത്യു chapter 17 verses from 1 through 10 ആണ് ഇന്ന് പകൽ രാവിലെ ദൈവത്തിന്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ പാസ്റ്റർ ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? 10,000-കണക്കിന് വിഷയങ്ങളുമായി, 100-കണക്കിന് വിഷയങ്ങളിൽ വേദനിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ലോകരാജ്യങ്ങളിലുണ്ട്. തയ്യാറായിക്കാട്ടെ. താങ്കളുടെ അത്ഭുതത്തിന്റെ സമയമായി കഴിഞ്ഞു. താങ്കളുടെ വിടുതലിന്റെ സമയം. ഇനിയും നിരാശപ്പെട്ടിരിക്കുകയല്ല. ദൈവവചനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് എത്ര വ്യക്തമായ ഒരു ആലോചനയാ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് നൽകി തന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെ പറ, യേശുവിന്റെ സന്നിധിയിൽ മറുപടി ഉണ്ട്. യേശുവിന്റെ സന്നിധിയിൽ അപേക്ഷിച്ചാൽ അവിടുന്ന് ഉപേക്ഷിക്കത്തില്ല. ജീസസ് വിൽ നോട്ട് റിജക്ട് യു നോർ ഡിനൈ യു. യേശു നിന്നെ തള്ളിക്കളയില്ല, നിഷേധിക്കില്ല. He gives you answer on time. On time there is an answer for you from Jesus. തയ്യാറായിക്കാണ്ട് ഓടിയ സ്ക്രീനിലേക്ക് വന്നാട്ട് കമോൺ. ആ കുടുംബാംഗങ്ങൾ എല്ലാവരും ആ സ്ക്രീനിലേക്ക് ഓടി വന്ന് ഒന്നിച്ച് സ്പർശിച്ചുകൊണ്ട്, ആശുപത്രിയിലായിരിക്കുന്നവർ, ഓഫീസുകളിലായിരിക്കുന്നവർ കഴിയുന്നിടത്തോളം ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. തളർന്നു കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ആ ഭവനത്തിലുള്ള അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള ബൈസ്റ്റാൻഡേഴ്സ് വേഗം കഴിയുമെങ്കിൽ ആ സ്ക്രീനിലേക്ക് ഒന്ന് തൊട്ടുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിന് അടയാളമായി വലത് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അത്ഭുതത്തിന്റെ വിടുതലിന്റെ സമയം. ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ പകൽ അനുഭവിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുമ്പിൽ പരിശുദ്ധാത്മ പകരുന്നുണ്ട്. തയ്യാറായിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. പാസ്റ്റർ ജോഷി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ദി ലോർഡ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കർത്താവേ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് കർത്താവെ അർദ്ധരാത്രി വരെയും ജോലി ചെയ്ത് കിടന്നിട്ട് 1 മണിക്കൂർ മാത്രം ഉറങ്ങി എത്രയോ പേര് എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബമായിട്ടും ചർച്ചുകളായിട്ടും ഹോസ്പിറ്റലുകളിലുള്ളവർ, റെയിൽവേ സ്റ്റേഷനിൽ കർത്താവെ എവിടെയെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ളവർ പോലും ഇതുപോലെ കൂടിയിരിക്കുന്നു എന്ന് എന്റെ പല യാത്രയിൽ കേട്ടല്ലോ കർത്താവെ. ആ മാന്യരായ പ്രിയപ്പെട്ടവർ അവരെവിടെയെല്ലാം കൂടിയിരിക്കുന്നു അവിടെ എല്ലാം, ഈ സ്റ്റുഡിയോയിലുള്ളവർ കർത്താവ്, ഇതിന് വെളിയിലുള്ളവർ, ഈ പട്ടണങ്ങളിലുള്ളവർ, പല രാജ്യങ്ങളിലുള്ളവർ, ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മോശയ്ക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് മറുപടി കൊടുത്തെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എത്രയധികം വിലയാണ് കർത്താവേ അങ്ങ് കൽപ്പിച്ചാക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങളെ കേൾക്കുന്ന വ്യക്തികൾ എത്ര ശാരീരിക ക്ഷീണമുള്ളവരാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അവരുടെ ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിന്റെ തളർച്ചകൾ ഇപ്പോൾ മാറട്ടെ. കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാത്തവർ സ്വയമായിട്ട് ആരും സഹായിക്കാതെ ഒരു അസാധാരണമായ ശക്തി അവരെ തൊട്ടിട്ട് അവർ ചാടി എഴുന്നേൽക്കട്ടെ. അസ്വസ്ഥത അത് മാറട്ടെ.
കുടുംബ ജീവിതങ്ങൾ തകർന്നെന്ന് പറയുന്നവർക്ക് Yes. ഈ പ്രാർത്ഥനയുടെ അകത്ത് ഇപ്പോൾ അകലാനല്ല, Yes. കൂടുതൽ അടുക്കുവാനും ദൈവസ്നേഹം. പഴയതെല്ലാം മറക്കാനും യേശുവിന്റെ പഴയതിനേക്കാൾ ശക്തിയോടെ Yes. അവർ ഒന്നിച്ചു നിന്ന് കുടുംബമായി ദൈവത്തെ ആരാധിപ്പാനും കൃപ കൊടുക്കണമേ. ബിസിനസ് രംഗങ്ങളിൽ മനസ്സ് മടുത്തവർ ഇന്ന് എങ്ങനെ കടം വീട്ടും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെടുന്നവർ ഇന്ന് അത്ഭുതകരമായി അറിയാത്ത വഴികൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർക്ക് തുറന്നു കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഫോണിലൂടെ എന്റെ അറിയിപ്പുകൾ കിട്ടണം കർത്താവേ. പുതിയ പ്രൈസ് റിപ്പോർട്ടുകൾ ഉണ്ടാകട്ടെ. ഈ കേൾക്കുന്ന വ്യക്തികളിൽ അത്ഭുതം നടക്കട്ടെ. സ്കൂളുകളിൽ, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴികളും വാതിലുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറന്നു വരട്ടെ. യാത്രകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ മഹത്വം അവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ. കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് ഇന്നത്തെ മീറ്റിംഗിൽ പുതിയ സന്ദേശങ്ങൾ, പുതിയ അഭിഷേകം, പുതിയ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, ടെലിവിഷൻ ചാനലുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന, ഞങ്ങളോട് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്ന സകലരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് കർത്താവ് എല്ലാ ജനങ്ങൾക്കും വിടുതലായി മാറട്ടെ. തലവണക്കി നിൽക്കുന്ന സകലരെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. എനിക്കറിയാം ജോലി തിരക്ക് ഉള്ളത് കൊണ്ട് രാവിലെ അരമണിക്കൂർ നേരം പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്നവരുണ്ട്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട യാത്രകൾ. താങ്കളുടെ ജോലിയിൽ ചെന്നാൽ ഉടൻ ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതിന് മുൻപ്, ആ ബിസിനസ്സിൽ കൈ തൊടുന്നതിന് മുൻപ്, ആ പണിയായുധം കരങ്ങളിൽ എടുക്കുന്നതിന് മുമ്പ് താങ്കളുടെ കരം കൊണ്ട് ആ സ്ഥലത്ത്, ആ ബിസിനസ്സിനെ, ആ ജോലിയെ, ആ ഗവൺമെന്റ് സ്ഥാപനത്തെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ബിസിനസ്സിനെ, വരുമാന മാർഗത്തെ, ജോലിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കും. ഇന്നത്തെ യാത്ര അനുഗ്രഹമായി തീരട്ടെ. ഓൾട്ടറിൽ വച്ചിരിക്കുന്ന 32,000-ൽ അധികം വിഷയങ്ങൾ, യേശുവിൻ്റെ മറുപടി നൂറുകണക്കിന് ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. യേശു അത്ഭുത മന്ത്രി. ഈ പ്രിയ ഷീല എന്ന ഈ ആൻറ്റി കളത്തിപ്പടിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്, മകൾ MBAയുടെ ഫൈനൽ എക്സാം എഴുതുന്ന സമയമായപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി യേശു ആ മകൾക്ക് നൽകിയത് കോളേജിൽ സെക്കൻഡ് ടോപ്പറായിട്ട് വിജയിക്കുവാനിടയായി. മാത്രമല്ല, ക്യാമ്പസ് സെലക്ഷനിൽ ഉയർന്ന ഒരു കമ്പനിയിൽ ഉയർന്ന സാലറിയോടുകൂടെ പ്ലേസ്ഡ് ആകുവാൻ കഴിഞ്ഞ 5 മാസമായി ജോലി ലഭിച്ചു എന്ന മാതാവ് വിളിച്ചു പറയുവാനിടയായി തീർന്നു. അവർ നീറുന്ന ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നു. അവർ പണം കൊടുത്തൊരു വീട് വാങ്ങിച്ചു ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന്. പക്ഷെങ്കിൽ ആ ഗ്രൂപ്പ് ഇവർക്ക് ഇതുവരെ ഡീഡ് കൊടുത്തിട്ടില്ല. വർഷങ്ങളായി കോടതിയിൽ കേസ് കളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ വസ്തു സംബന്ധമായിട്ട് മറ്റേതെങ്കിലും നിലയിൽ താങ്കളുടെ പ്രോപ്പർട്ടി, താങ്കൾക്ക് വിലയേറിയത് മറ്റുള്ളവർ കൈവശമാക്കാൻ ശ്രമിച്ച വിഷയത്തിന് മേൽ കർത്താവ് അത്ഭുതകരമായി മറുപടി നൽകാൻ പോകുക. താങ്കൾ ആ വിഷമത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ആ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രോപ്പർട്ടി സംബന്ധിക്കുന്ന വിഷയത്തിന്റെ മേലെ, വസ്തു സംബന്ധിക്കുന്ന വിഷയത്തിന്റെ മേലെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് നേരിടുന്ന കേസുകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ സ്വാതന്ത്ര്യം അതത് മേഖലകളിൽ, അതത് വ്യക്തികളിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. മറക്കരുത്, ഇന്ന് 10 മണി മുതൽ 12 വരെ ഹാർവസ്റ്റ് ടെലിവിഷനിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ടതിന് എന്തുമാത്രം പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പലർക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രാത്രിയിൽ ഇങ്ങനെ എല്ലാ ടെലിഫോണുകളിലും പ്രാർത്ഥന വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. 6 നമ്പറുകൾ താങ്കളുടെ സ്ക്രീനിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്കായി വിവരങ്ങൾ വിളിച്ചു പറയണം. ദൈവത്തിന്റെ ജനം ഒന്നിച്ചു പ്രാർത്ഥിക്കും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മവചനത്തിലൂടെ നമ്മോട് പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് യേശുവിൽ നിന്ന് മറുപടി ഉണ്ട്. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് ജോളി പത്തനംതിട്ട വിളിച്ചിരിക്കുന്നു. ജോളി ഇന്ന് ദോഹയ്ക്ക് കടന്നു പോകുന്നു. യാത്രയ്ക്കായി പ്രാർത്ഥിക്കണം. ഹസ്ബൻഡിനെയും മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരിയുടെ യാത്രയിൽ നിന്നും എല്ലാ മേഖലയിലും അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണം. കൃത്യസമയത്ത് കടന്നു ചെല്ലുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി എന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ സക്കറിയ അറിയിച്ചിരിക്കുന്ന അത്ഭുത സൗഖ്യം ഉണ്ടാകണം. ഡയബറ്റിക്കിന് വേണ്ടിയും ശരീരത്തിന്റെ ക്ഷീണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണം.
യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഈ ജീവിതത്തിന്മേല അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുന്നു. കർത്താവെ പൈശാചിക ബന്ധനത്തിന്റെ മോനെ വിട്ടുവിക്കുമാറാകണമേ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അന്നമ്മ എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. ബിനോയ് കുവൈറ്റിൽ ജോലി ലഭിക്കണം. കുവൈറ്റിലുള്ള ഒരു സഹോദരൻ ജയൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ ഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവിടെ ഒരു ജോലിക്ക് വേണ്ടി അവിടുന്ന് ഒരു വാതിൽ തുറക്കണം. അപകടം സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അവിടുന്ന് വചനമായ ഒരു പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സണ്ണി മാവേലിക്കരെ വിളിച്ചിരിക്കുന്നു. ഇന്നൊരു ചിട്ടി ലഭിക്കണം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ ഈ മകന് ഈ ചിട്ടി ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജിജി ഗ്രേസ് SMS അയച്ചിരിക്കുകയാണ്. പ്രഗ്നന്റ് ആണ്. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. 5/12/13 വീണ്ടും സ്കാൻ ചെയ്യുന്നു. പ്രാർത്ഥിക്കണം. വയറുവേദന, നടുവേദന, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. പരിപൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ചോദിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കാരീഷന്റെ ഓരോ സദസ്സവും കർത്താവെ അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണം. യാതൊരു കുഴപ്പവുമില്ലാതെ, യാതൊരു കുഴപ്പവുമില്ലാതെ ഒരു സുഖപ്രസവം കൊടുത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓമന അങ്ങാടികളിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് പനി, 2 വയസ്സ്. മാതാവിനും പിതാവിനും പനി, ഭവനമില്ല. പ്രേം കേരള എന്ന് കാണുന്ന വലിയ വിടുതലായി അവർ വിടുതൽ അനുഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ മകൾക്കായി പനി പൂർണ്ണമായി വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ മാതാവിന് പനി പൂർണ്ണമായി വിട്ടുമാറട്ടെ. കർത്താവെ അവർക്കൊരു ഭവനം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ടപ്പോൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു ഇമെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. നമുക്ക് ടെലഫോൺ ഉണ്ട്. അതിനു മുമ്പ് ഹലോ ഹലോ എന്റെ പേര് സുനിൽകുമാറാണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ആ എന്റെ അനിയന് ഈയിടയ്ക്ക് ജോലി കിട്ടി അമേരിക്കയില്. അവിടത്തേക്ക് വേണ്ടി ഞാൻ CV അയച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫറാണ്. സ്കോളർഷിപ്പിൽ ഞങ്ങൾ ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറേ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാമോ? കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി ഒന്ന് ഉറക്കെ എന്ന് പറയാമോ? ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. പേരൂടെന്ന് പറഞ്ഞാട്ട്. എന്റെ അനിയന് ഈയിടയ്ക്ക് അമേരിക്കയിൽ ഷിപ്പിൽ ജോലി കിട്ടി. വീണ്ടും ഞാൻ അവിടത്തേക്ക് CV ഒക്കെ അയച്ചിട്ടുണ്ട്. ഒരു നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വിളിക്കുന്ന ആളുടെ പേരൂടെന്ന് പറഞ്ഞാട്ട്. അതെ, സുനിൽകുമാർ. സുനിൽകുമാർ. ഓ, നമ്മുടെ സുനിൽകുമാറാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു മിസ്റ്റർ സുനിൽകുമാർ. വിളിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ ഒരു കുടുംബമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ. ദൈവം അവർക്ക് തുറന്നു കൊടുത്ത വഴിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉയർന്ന നിലവാരത്തിൽ അവരെ ദൈവം എത്തിക്കേണ്ടത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഒരു ഇമെയിൽ സന്ദേശം. വി കനോട്ട് ലിവ് വിതൗട്ട് സെല്ലിംഗ് ദിസ് ലാൻഡ്, അതർവൈസ് വി ഹാവ് ടു സൂയിസൈഡ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആ ഇമെയിലിന് മറുപടി അയച്ചത്, ഐ ഡോണ്ട് തിങ്ക് സൂയിസൈഡ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. പ്രേം കേരളയിൽ മാത്രമല്ല, യേശു ഒരിക്കലും താങ്കളെക്കുറിച്ച് സൂയിസൈഡ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. താങ്കൾ ജീവനോടിരുന്നാലാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നത്. താങ്കളുടെ മരണത്തിലൂടെയല്ല, താങ്കളുടെ ജീവിച്ചിരിക്കുന്നതിലൂടെ. അതുകൊണ്ട് കടം 30 ലക്ഷം രൂപയുടെ കടത്തിൻ്റെ മുമ്പിൽ കൊന്നുകളയുകയല്ല, അല്ലെങ്കിൽ തന്നെത്താൻ മരിക്കുകയല്ല ചെയ്യേണ്ടത്. യേശുവിൽ ആശ്രയിക്കുക. യേശു അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പകൽ ചേർന്ന് അനിയത്തിക്ക് കാനഡയിലാണ് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഇന്ന് നമ്മൾ പ്രേം കേരള കുടുംബാംഗമായ സിസ്റ്റർ ആനിയുടെ ഹസ്ബൻഡ് ഇന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര സുഗമമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ അദ്ദേഹം ഫ്ലൈറ്റിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും യാത്രയിലാണ്. അവിടുത്തെ കൃപ അവരെല്ലാവരും അനുഭവിക്കുകയാണ്. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, സഹോദരി ആനിയുടെ ഹസ്ബൻഡായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിജയവ്രതനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പുരാതനായ ദൈവമേ, അവിടുത്തെ ശാശ്വത കരങ്ങൾ ഇതിൻ്റെ ദാസനെ വഹിക്കണം, ക്ഷേമം നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബമായി അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷിക്കട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയുടെ അനുജത്തിക്കായി പ്രാർത്ഥിക്കുന്നു. അലട്ടുന്ന ഡിപ്രഷനിൽ നിന്ന് പൂർണ്ണമായി വിമോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ മാത്രമേ പരിഹാരം ഉള്ളൂ എന്ന് പറയുന്ന ആ പ്രിയ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനിലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത വഴികൾ അവർക്കായി തുറക്കപ്പെടട്ടെ.
യേശുവിൻ നാമത്തിൽ പിതാവേ. ഇവിടെ SMS വഴി എന്നൊരു പ്രാർത്ഥനാ വിഷയമാണ്. സൂസൻ എന്നൊരു സിസ്റ്റർ അമൃത ഹോസ്പിറ്റൽ ലേബർ റൂമിലായിരിക്കുന്നു. നോർമൽ ഡെലിവറി ഉണ്ടാകണം, ആരോഗ്യകരമായ ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പാസ്റ്റർ രാജൻ നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കാരിയർ സ്റ്റേജിലായിരിക്കുന്ന ഓരോ സഹോദരി നല്ല ഡെലിവറി ആരോഗ്യമുള്ള പൈതലിനെ ദൈവം നൽകേണ്ടതിന് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഏലിയാമ്മ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൻ സുജിത്ത് USA അവൻ നല്ലൊരു വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ രാജൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. பரலோக பிதாவே, இந்த நல்ல நேரத்துக்காக உமக்கு நன்றி செலுத்தி ஜெபிக்கிறோம் ஆண்டவரே. இந்த ஆல்டர் கொடுக்கிறதான பல ஆயிரம் விஷயங்களுக்காக உம்முடைய சமூகத்தில் கடந்து வருகிறோம் ஆண்டவரே. ஆண்டவரே, இந்த நாட்களிலே பிரசவத்துக்காய் ஹாஸ்பிட்டல் அட்மிட் பண்ணி இருக்கிறதானே ஆண்டவரே, அன்பு மகளை உம்முடைய கரங்களில் ஒப்பு கொடுக்கிறோம் ஆண்டவரே. ஆண்டவரே, இப்பொழுது ஒரு நல்ல நார்மல் டெலிவரி ஆண்டவரே இயேசுவின் நாமத்தினாலே அந்த மகளுக்கு உண்டாகட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. அது மாத்திரமல்ல ஆண்டவரே, அந்த நாட்களிலே பிரசவத்துக்காய் காத்திருக்கிற ஒவ்வொரு பிள்ளைகளுக்காய் ஜெபிக்கிறோம் இயேசுவின் நாமத்தினாலே. எல்லா பிரசவத்துக்கு காத்திருக்கிற ஒவ்வொருவருக்கும் ஒரு பரிபூர்ண பிரசவம் உண்டாகட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. விவாகத்துக்கு காத்திருக்கிற பிள்ளைகளுக்காக ஜெபிக்கிறோம். கண்ணீரோடு கூட, துக்கத்தோடு கூட, கஷ்டத்தோடு கூட விவாகம் ஆகவில்லை என்று சொல்லி வருத்தப்பட்டு கொண்டிருக்கிற ஒவ்வொரு பிள்ளைகளுக்காக ஜெபிக்கிறோம். இப்போது இயேசுவின் நாமத்தினால பாரத்தோடு கண்ணீரோடு கொடுக்கிற பிள்ளைகளுக்கு ஒரு விவாக காரியம் இயேசுவின் அற்புத நாமத்தினால அப்படி நடக்கட்டும் என்று சொல்லி நாங்கள் ஜெபிக்கிறோம். கர்த்தருடைய செய்கிறதற்காய் ஸ்தோத்திரம். இயேசு கிறிஸ்துவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே. കുമരകത്ത് നിന്നും മിനി വിളിച്ചിരിക്കുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ കാൽ മടിഞ്ഞു, ഞരമ്പിന് പ്രശ്നമുണ്ട്, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങൾ മിനിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ കാലിന് ഉണ്ടാവട്ടെ കർത്താവേ. കാലിന് കർത്താവേ പഴയ ബലം തിരികെ വരേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ ആരോഗ്യത്തോടായിരിക്കാൻ ആ മകളെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ലാൽ ആർപ്പുകരെന്ന് വിളിച്ചിരിക്കുന്നു. ട്രിവാൻഡ്രം RCCയിൽ ചെക്കപ്പിന് പോകുന്നു, പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ ചെക്കപ്പിന് പോകുമ്പോൾ കർത്താവേ ആ റിസൾട്ട് ലഭിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യമെന്ന് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പത്തനംതിട്ടയിൽ നിന്നും സുജ വിളിച്ചിരിക്കുന്നു. മകന് പനി, നെഞ്ചുവേദന, എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ സുജാനിക്ക് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി കർത്താവെ കുടുംബത്തിൽ വെളിപ്പെടുമാറണം പ്രാർത്ഥിക്കുന്നു. മകനുമേലുള്ള എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാറട്ടെ. ദൈവിക ബലത്തലമാനം നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കുവാൻ തക്കോണം ഈ വഴികളെ തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഏബ്രഹാം പത്തനംതിട്ട വിളിച്ചിരിക്കുന്നു. അമ്മയുടെ യൂട്രസിന് പ്രോബ്ലം, മകൾക്ക് രണ്ടുപേർക്കും അസുഖങ്ങളുണ്ട്. ഏബ്രഹാമിന് ഗൾഫിൽ ജോലി ലഭിക്കണം, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണം. കർത്താവേ, ആ യൂട്രസിന് ഭാരപ്പെടുന്ന അന്നമ്മ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. കുടുംബത്തിന് എല്ലാ വിഷയങ്ങളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സകല നന്മകളാലും അവരെ അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി എന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തിരുവനന്തപുരത്ത് നിന്നും ഏലിയാമ്മ വിളിച്ചിരിക്കുന്നു. ട്യൂമർ ഉണ്ട്, സർജറി കൂടാതെ അതിന് സൗഖ്യം ലഭിക്കണം. ഭർത്താവിന്റെ മദ്യപാനം മാറണം, വീട്ടിൽ വഴക്കുണ്ടാവുന്ന മാറണം. മകൻ പൂനെയിലാണ്, തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആന്റിയുടെ വിഷയങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നിയന്ത്രണം കർത്താവെ കുടുംബത്തിന്മേൽ ഉണ്ടാവുവാതെ കൊണ്ട് ഇടയാണ്ടനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി കർത്താവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സമസ്ത മേഖലകളിൽ ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി, മാനസികമായി കർത്താവെ ആ അന്തരീക്ഷത്തിൽ നീ ഇറങ്ങുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. കർത്താവെ ആ മകനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ട്രാൻസ്ഫർ ലഭിക്കുമെന്ന് തക്കോണം. കർത്താവെ ആ ഉദ്യോഗസ്ഥരോട് വേണ്ട കർത്താവെ ഹാലലിയ ഒരു ആലോചന നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ടെലഫോണോടെ വന്നിട്ടുണ്ട്. ഹലോ, പറഞ്ഞാട്ട് സാറേ. എനിക്ക് ഞാൻ പാർക്കിൻസൺസ് വളരെ പ്രയാസപ്പെടണം, പ്രാർത്ഥിക്കാം. വളരെ പ്രയാസമുണ്ട് ശരീരത്തിന്. പാർക്കിൻസൺസ്. ഓക്കെ. ബിനു
മിസ്റ്റർ ബിനു പാർക്കിൻസൺസ് എന്ന രോഗത്താൽ ഭാരപ്പെടുന്നു. കോട്ടയം കളത്തിപ്പടിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വിളിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ ഈ മിസ്റ്റർ ബിനു വിളിച്ചതുപോലെ താങ്കൾക്ക് 24 മണിക്കൂറും താങ്കളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. താങ്കളുടെ ഭാരങ്ങൾ, വിഷമങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന 2-3 മണിക്കൂറിൻ്റെ കഴിയുമ്പോൾ വീണ്ടും ടെലിവിഷനിലേക്ക് നമ്മൾ വരും. 10 മുതൽ 12 വരെ പ്രിയപ്പെട്ടവരുടെ, സുഹൃത്തുക്കളുടെ, മറ്റൊരാൾ വിടുവിക്കപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ സമശിഷ്ടങ്ങൾ വിലപിക്കണ്ട എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമുക്കൊന്നിച്ചു കൂടെ നിന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമുക്ക് ഈ പ്രിയ സഹോദരൻ ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ എവിടെ നിന്നെല്ലാം ആളുകൾ, ഈ രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുത സൗഖ്യ കർത്താവ് നൽകാം. പാർക്കിൻസൺ സിൻഡ്രോം എന്ന ആ രോഗത്തെ സംബന്ധിച്ച് മരുന്നിന് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന യേശു ഈ പകലുള്ളത് കൊണ്ട് 2 കരങ്ങളും എല്ലാവരും ഈ പ്രിയ സഹോദരൻ ബിനുവിന് വേണ്ടി, അതോടൊപ്പം ഈ രോഗത്താൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അൽഷൈമേഴ്സ് ആൻഡ് പാർക്കിൻസൺ സിൻഡ്രോം, ഈ 2 രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. യേശു കർത്താവേ, അവിടുത്തെ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഉയർപ്പിന്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ ജീവൻ അവരുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഈ രോഗത്തിന്റെ കെടുതിയിൽ നിന്ന് കർത്താവേ, ജനലക്ഷങ്ങൾ ഇന്ന് അതിന്റെ പിടിയിലാകുമ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം യേശുവിൻ നാമത്തിൽ അവരിൽ ഉണ്ടാകട്ടെ. അവിടുത്തെ കരുണ നിമിത്തം അവരെ ഓർത്ത് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്ത് നിന്ന് നളിനി എന്ന് മാതാവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, മാതാവിന് മകൾ സൗമ്യ വിവാഹം കഴിഞ്ഞിട്ട് അനേകം വർഷങ്ങളായി ഇതുവരെ കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥനാ കേരളത്തിൽ അനേകർ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് അനേകം വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്തവരുണ്ട്. ഞങ്ങളിപ്പോൾ ഒന്നിനൊക്കെ വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം നളിനിയുടെ കയ്യിൽ ഒരു മുഴയുണ്ട്, അത് മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു മകൾ രമ്യ BSc നേഴ്സാണ്. ജോലിയിൽ പലവിധമായ പ്രയാസങ്ങൾ നേരിടുന്നു. ഒന്നിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. നമ്മൾ പ്രാർത്ഥിക്കും. പാസ്റ്റർ രാജ്യം പ്രാർത്ഥിക്കും. பரிசுத்தமுள்ள பரலோக பிதாவே, இந்த நல்ல நேரத்துக்காக உமக்கு நன்றி செலுத்துகிறோம். இந்த நாளிலே குஞ்சுங்கள் இல்லாத பாரப்படுகிற ஒவ்வொரு குடும்பத்தின் பிள்ளைகளுக்காய் நாங்கள் கண்ணீரோடு கூட தேவ சமூகத்தில் நாங்கள் மன்றாடி ஜெபிக்கிறோம் ஆண்டவரே. ஓ, குஞ்சுங்கள் இல்லாதவருக்கு இப்பொழுது ஆண்டவரே, அந்த கர்ப்பத்தின் கனி திறக்கப்பட்ட ஆண்டவரே, இயேசுவின் நாமத்தினாலே ஒரு குழந்தை பாக்கியம் உண்டாகட்டும் என்று சொல்லி ஆண்டவரே நாங்கள் கண்ணீரோடு கூட மன்றாடி ஜெபிக்கிறோம் ஐயா. குழந்தை பாக்கியத்துக்காய் கண்ணீரோடு கூட நின்று கொண்டு, கதறிக்கொண்டு, பாரத்தோடு கூட, நிந்தனையினாலே, போராட்டத்தினாலே, பிரயாசத்தினாலே குழந்தைகளுக்கு வேண்டி கதறி கொண்டிருக்கிற ஓ பிள்ளைகளுக்கு ஒரு நல்ல குழந்தை பாக்கியத்தை என் தேவனாய் கர்த்தர் பரலோகத்திலிருந்து உண்டு பண்ணபடியாய் ஜெபிக்கிறோம். ஆண்டவரே, சரீரங்களிலே பலவீனத்தோடு இருக்கிற பிள்ளைகளுக்கு ஒரு பரிபூர்ண பலன் உண்டாகட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். പള്ളത്ത് നിന്ന് ശ്വാസമ്മ വിളിച്ചിരിക്കുന്നു. വീണു, നടക്കുവാൻ അത് പ്രയാസമുണ്ട്, ശ്വാസമുട്ടൽ ഉണ്ട്. കൊച്ചുമകൾ BDS എക്സാം നടക്കുന്നു, അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഈ മാതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അപേക്ഷ എന്നുള്ള ആഘാതത്തിൽ നമ്മളെ വിടുവിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക ആരോഗ്യത്തിൽ കർത്താവേ ഈ മാളെ നടത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കൊച്ചുമകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ, നല്ല വിജയം നേടുവാൻ നമ്മളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജെയിംസ് ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്നു. വസ്തു വിൽക്കണം, കടഭാരം, വീടിന്റെ പണി തീരണം, മകൾക്ക് വിദേശത്ത് ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവരുടെ വസ്തു വിൽക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടഭാരം മാറട്ടെ, വീടിന്റെ പണി പൂർണ്ണമായും തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകൾക്ക് വിദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തിരുമലയിൽ നിന്ന് സരോജം വിളിച്ചിരിക്കുന്നു. ജോമോൻ 11 വയസ്സ്, 5 ദിവസമായി പനിയുണ്ട്, സൗഖ്യം ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ജോമോനായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ലഭിക്കുമാറാകട്ടെ. ദൈവിക ആരോഗ്യം കർത്താവേ ശരീരത്തിൽ ദിവ്യ കൊടുക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രതിരോധ ശേഷിയാൽ നിറച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. രാജേന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. രാഹുലിന് 3 ദിവസമായി പനി കുറയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മകന്റെ പനി പൂർണ്ണമായി വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പാലക്കാട് നിന്ന് കുര്യം വിളിച്ചിരിക്കുന്നു. നടുവേദന 2 മാസമായിട്ടും കുറവില്ല.
കർത്താവെ, ഞങ്ങൾ കുര്യൻ എന്ന് പറയുന്ന വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ ശരീരത്തിന്മേൽ ഉണ്ടാവട്ടെ. നടുവിന്റെ വേദനകൾ മാറട്ടെ. കർത്താവ് ശരീരത്തെ നീ ഓർഡറിലേക്ക് കൊണ്ടുവന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. മോളി മലയാളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് 2 മാസമായി മഞ്ഞപ്പിത്തം കുറയുന്നില്ല, സ്കാനിങ്ങിന് പോകുന്നു. ഹസ്ബൻഡിന് ചുമ, നെഞ്ചുവേദന, മോളിക്ക് കൊളസ്ട്രോൾ കുറയണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ മഞ്ഞപ്പിത്തം പൂർണ്ണമായും വിട്ടുമാറട്ടെ. സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഹസ്ബൻഡ് ചുമ, നെഞ്ചുവേദന പൂർണ്ണമായും വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. മോളുടെ കൊളസ്ട്രോൾ പൂർണ്ണമായും മാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥന നിർവഹിക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ 13ാമത്തെ പേജിൽ ഇന്ത്യ ബെൽജിയം അഗ്രി ടു പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ. നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജത്തിൻ്റെ ദൗർലഭ്യത മാറേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുതിയ പുതിയ ബന്ധങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ ഈ രംഗത്തേക്ക് വരുന്നതിൽ പ്രേയിങ് കേരള അതിയായി സന്തോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്ലേശത്തിൽ നിന്ന് കറണ്ട് കട്ട്, പവർ കട്ട്, കറണ്ട് ഇല്ലായ്മ, ഈ ദുരവസ്ഥ നമ്മുടെ രാജ്യത്തു നിന്ന് മാറണം. 6 മണിക്കൂർ, 8 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ പവർ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് ആളുകൾ കൂടുതൽ ജനറേറ്റർ ഉണ്ടാക്കുന്നു, കൂടുതൽ ജനറേറ്റേഴ്സ് വാങ്ങിക്കൂട്ടുന്നു. പുക കൊണ്ട് അന്തരീക്ഷം പൂർണ്ണമായി നിറയുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകേണ്ടത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തി നമ്മൾ നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോയി. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഡിണ്ടിഗലിൽ വാഹന അപകടത്തിൽ 7 പേര് മരിച്ചു എന്ന ഒരു ദുരന്ത വാർത്തയാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ കിടക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ആ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം അവരുടെ മേൽ ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യയുടെ ഊർജ മേഖലയിൽ സമൂലമായൊരു പരിവർത്തനം ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യ 100% പവർ കട്ടിൽ നിന്ന് വിമോചനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതിനുള്ള വഴികൾ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ വഴികൾ ഉണ്ടാകട്ടെ. ഇന്ത്യയിൽ ഒരു ഗ്രാമം പോലും വൈദ്യുതി ഇല്ലാത്തതാകരുത്. കർത്താവേ, നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പവർ കെട്ടുന്ന ദുരവസ്ഥ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും വികസിക്കട്ടെ. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കട്ടെ. കേരളത്തിൽ റോഡുകൾ ഉണ്ടാകട്ടെ. കർത്താവേ, സൂപ്പർ ഹൈവേസ് ഇവിടെ ഉണ്ടാകട്ടെ. ഹൈസ്പീഡ് റെയിൽ ഇവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓരോ ജില്ലകളിലും എയർപോർട്ടുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ഓരോ ജില്ലയിലും എയർപോർട്ടുകൾ ഉണ്ടാകട്ടെ. വികസനം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, കേരളത്തിലും ഇന്ത്യയിലുമുള്ള യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് തൊഴിൽ മേഖലകൾ ഉണ്ടാകട്ടെ, തൊഴിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയർന്ന വരുമാന മാർഗങ്ങൾ അവർക്ക് ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നാമത്തിൽ പിതാവേ. വളരെ അർജന്റ് എന്ന് പറഞ്ഞൊരു വിഷയമാണ്. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ രാജൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കറിയാം. പ്രാർത്ഥനയിൽ അനേകം ഹോസ്പിറ്റൽ ICUവിൽ വെന്റിലേറ്റർ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന നമ്മൾ ചോദിച്ചു. നമുക്ക് ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സൗഖ്യം, വിടുതൽ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി. പരിശുദ്ധമുള്ള പരലോക പിതാവേ, ஆண்டவர் இரட்சகருமாக இயேசு கிறிஸ்துவின் நாமத்தினாலே இப்பொழுது ரோகில் இருக்கிற பாரப்படுகிற ஒவ்வொருவருக்காக நாங்கள் கண்ணீரோடு கூட ஜெபிக்கிறோம். ஆண்டவரே, திருவிழாவில் இருக்கிறதான அருமையான ராஜன் ஆண்டவரே, ஆண்டவரே ஐசியில் இருக்கிறதை கர்த்தர் அறிகிறீர். ஆண்டவரே, இப்பொழுது அந்த சரீரத்துக்கு வேண்டி நல்ல ஒரு பரிபூர்ண சுகம் ஆண்டவரே இயேசுவின் நாமத்தினாலே அந்த அவயவங்களில் இருக்கிற பலவீனங்கள் முற்றிலுமாய் அந்த சரீரத்தை விட்டு மாறட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, அதே போல இந்த நாட்களில் எத்தனை பேர் ஹாஸ்பிட்டல்களில் பாரத்தோடு கண்ணீரோடு கூட இந்த வியாதி மாறாத என்று சொல்லி கர்த்தரை நோக்கி கூப்பிடுகிற ஒவ்வொரு பிள்ளைகளுக்காக நாங்கள் பன்றாடி ஜெபிக்கிறோம் ஐயா. இயேசுவின் நாமத்தினாலே என்ன வியாதிகள் இருந்தாலும் என்ன பாடுகள் இருந்தாலும் இயேசுவின் நாமத்தினாலே ஒரு முழுமையாய் ஒரு ஆரோக்கியம் அவர்கள் சரீரத்தில் இப்பொழுது வந்து இறங்குவதாக, இயேசுவின் நாமத்தில் இறங்குவதாக. ஆண்டவரே, கர்த்தருடைய செய்கிறதற்காய் ஸ்தோத்திரம். യേശു ക്രിസ്തുവിൻ മൂലം ജപിக்கிறோம் നല്ല പിതാവേ. ആ സ്ഥലങ്ങളിൽ നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് ചേർന്ന് ഈ പാട്ട് പാടും. 2 കരങ്ങൾ ഉയർത്തി. ആശ്വാസകൻ
കൊടും വെയിലാതെ തണലുമാവൻ എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർന്നു. വെയിലാതെ തണലുമാവൻ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്ക് വൈദ്യൻ. ഈ പാട്ട് പാടി കഴിയുമ്പോൾ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആശ്വാസകൻ കൊടും വെയിലാതെ തണലുമാവൻ എന്റെ യേശു എത്ര നല്ലവൻ. ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് കർത്താവേ, യെശയ്യാവ് 53:4-ലും 5-ലും ഞങ്ങൾ വായിക്കുന്നു, By your stripes we are healed. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സൗഖ്യത്തെ, ആ ക്യാൻസറിനാൽ കഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ മേലെ ഞങ്ങൾ അയക്കുന്നു. യേശുവിന്റെ സൗഖ്യം ആ മാതാവിന്റെ മേലെ, ആ പിതാവിന്റെ മേലെ, ആ യുവാവിന്റെ മേലെ, ആ യുവതിയുടെ മേലെ, ആ ആൺകുഞ്ഞിന്റെ മേൽ, ആ പെൺകുഞ്ഞിന്റെ മേലെ, ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന നവജാത ശിശുവിന്റെ മേലെ ഇപ്പോൾ തന്നെ യേശുവിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ. കരളിന്റെ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. തലച്ചോറിലെ കെടുതികൾ മാറട്ടെ. കണ്ണുകൾക്ക് കാഴ്ച യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ചെവികൾക്ക് കേൾവി യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മുടന്തർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബധിരർ സംസാരിക്കട്ടെ. കർത്താവേ, ഉദര സംബന്ധമായ രോഗങ്ങൾ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിസ്റ്റുല മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അൾസറുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഹെർണിയയുടെ പ്രയാസങ്ങൾ മാറട്ടെ. പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. തികഞ്ഞ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവ്, എല്ലാ റിനൽ കംപ്ലൈൻസ്, കിഡ്നി സംബന്ധമായ സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. സമ്പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പാദം മുതൽ മുകളിലേക്ക് ചൊറിഞ്ഞു പൊട്ടി അളഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന് ആത്മ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ കരങ്ങളെ ഭാഗത്ത് വെച്ചാട്ട് യേശു ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ത് മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമാകാതിരിക്കുന്ന ഇൻഫെക്ഷൻ, ആ രോഗാവസ്ഥ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കാലുകൾ പഴുത്ത് നഖങ്ങൾ വലിച്ച് ഊരിക്കളയേണ്ട സ്ഥിതിവിശേഷങ്ങൾ അതിപ്പോൾ മാറിപ്പോകട്ടെ. കാലുകളിലേക്ക് രക്തഓട്ടം കുറയുന്ന സ്ഥിതി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഡയബറ്റിക്സിനാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. മറന്നു പോകുന്നതിന് മുമ്പ് അടുത്ത മാസം 12, 13, 14 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നമ്മുടെ ധ്യാനം നടക്കുകയാണ്. ധാരാളം ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ചിന്തിച്ച സ്ഥലത്തുനിന്ന് ചിലപ്പോൾ മാറ്റങ്ങൾ തന്നെ വരുത്തിയാലും കുഴപ്പമില്ല. താങ്കൾക്ക് ഒരു അവസരം നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് ഉപവാസ പ്രാർത്ഥനയാണ്. 10 മുതൽ 12 വരെ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ. ഓർക്കണം, ധാരാളം ടെലിവിഷൻ ചാനലുകൾ ലോകത്തിലുണ്ടെങ്കിലും ഹാർവസ്റ്റ് ടെലിവിഷൻ മാത്രമാണ് ഇങ്ങനൊരു സൗകര്യം നമുക്ക് ഒരുക്കി തരുന്നത്. നമുക്ക് ഹാർവസ്റ്റ് ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ 2 കരങ്ങളും ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ നടക്കാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആയിരങ്ങൾ ലോകരാജ്യങ്ങളിൽ അനേക കർത്തൃദാസന്മാർ ഇവിടെ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ സഭയായി ഉപവാസ പ്രാർത്ഥനകൾ പ്രഖ്യാപിച്ചിരിക്കുക. അവർ ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും. പല പള്ളികളുടെ വികാരി അച്ഛന്മാര്, പല നേതൃത്വത്തിൽ നിരയിൽ നിൽക്കുന്നവര് അവരുടെ മുറികളിൽ, അവരുടെ ഓഫീസുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഗവൺമെന്റ് ഓഫീസുകളിൽ പങ്കെടുക്കുന്നവർ, തൊഴിൽ മേഖലയിലുള്ളവർ അവധിയെടുത്ത് ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. രാജ്യം ഒന്നിച്ച് ദൈവസന്നിധിയിൽ
മുഖം തിരിക്കുന്ന സമയമായത്. അതിനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിന്റെ ആത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്തരീക്ഷം തുറന്നു വരട്ടെ, മീതെ ആകാശം ഇന്ത്യയുടെ മേൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ വലിയ പകർച്ച ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. സുനിത എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. പ്രിയ BDS തേർഡ് ഇയർ ആണ്. കുടുംബമായി ഒരുമിച്ച് ജീവിക്കണം. ഹസ്ബൻഡ് വിശ്വാസം വേണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കർത്താവ് വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ലീലാമ്മ കോഴിക്കോട് നിന്ന് വിളിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും ദൈവിക സംരക്ഷണത്തിൽ സ്കൂളിൽ പോകുവാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. അവർ സ്കൂളിൽ പോകുമ്പോൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവര് സമാധാനമായി കടന്നു പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടമയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേഴ്സി പത്തനംതിട്ട വിളിച്ചിരിക്കുന്നു. മകൾക്ക് നല്ല വിവാഹം നടക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ കുടുംബത്തെ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് തക്കതായ ഒരു തുണയെ ഒരുക്കി വെക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദേവി പുനലാലിന് വിളിച്ചിരിക്കുന്നു. ദേശത്ത് മദ്യപനായ യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേവിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, മദ്യപരമായ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർ യേശുവില് കർത്താവെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേവിയുടെ കർത്താവെ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അതങ്ങനെ തന്നെ സംഭവിക്കുമാറാകട്ടെ. ആമേൻ. അമ്മണി കോതമംഗലത്ത് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് മദ്യപാനമാണ്, അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ കുടുംബത്തെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സമാധാന കുടുംബം അനുഭവിക്കട്ടെ. ആ പിതാവിന്റെ മദ്യപാനം മാറട്ടെ, പൂർണ്ണമായിട്ട് സമാധാനം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബാബു തുമ്മവണ്ണ് വിളിച്ചിരിക്കുന്നു. വിസ ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ മകന് ആ വിസ ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിനിടയാകട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എറണാകുളത്ത് നിന്ന് ലില്ലി വിളിച്ചിരിക്കുന്നത് 70ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവരെന്നെ കോട്ടയത്ത് നിന്ന് ഷീല വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇന്ന് ബർത്ത്ഡേ ആണ്. നമുക്കറിയാം, പ്രാർത്ഥനക്കാലത്ത് അനേകരുടെ ബർത്ത്ഡേ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പാല് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം തന്നെ വെഡിങ് ആനിവേഴ്സറി ഉള്ള കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പുതിയ വർഷം ദൈവത്തിന് നന്മയുടെയും കരുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെയും വർഷമായി തീരുന്നത് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് ഇന്ന് പാൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർ ഞങ്ങളോടൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ രാജ് നിങ്ങളുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. நேரத்துக்காய் நன்றி செலுத்துகிறோம். இந்த நாளிலே பர்த்டே பார்க்கிறதான ஒவ்வொரு பிள்ளைகளுக்கும் கர்த்தர் அங்கிருந்து ஒரு பரிபூர்ண ஆயுசு நாட்களை கூட்டி கொடுத்து இந்த நாளை என் தேவன் அந்த பர்த்டேல பிரவேசிக்கும்படியாய் செய்த கிருபைகளுக்காக உமக்கு கோடி நன்றி ஆண்டவரே. இன்றைக்கு பர்த்டே பார்க்கிற ஒவ்வொரு பிள்ளைகளையும் நாங்கள் பிதா குமாரன் பரிசுத்தாவின் நாமத்தினாலே அவர்களை ஆசீர்வதித்து ஜெபிக்கிறோம். அவர்கள் ஆசீர்வாதமா இருக்கட்டும். திருமண வெட்டிங் டே பார்க்கிற ஒவ்வொரு குடும்பங்களுக்காக ஜெபிக்கிற அவர்களை நாங்கள் ஆசீர்வதித்து ஜெபிக்கிறோம். அவர்களுடைய வாழ்க்கை இன்னும் மென்மேலும் ஆசீர்வாதமா இருக்கட்டும். அவர்களை நாங்கள் ஒரு மனமாய் ஆசீர்வதித்து ஜெபிக்கிறோம். இயேசு கிறிஸ்துவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். This is Sam Gutti from Maldives. Kindly remember us in fasting prayers during 28th, 29th and 30th November. I am working in Maldives for the last 16 years, but I didn't receive any increment or promotion according to my work experience here, and we do not have our own house. Still we are staying in a rented house for more than 20 years. My daughter Vinitha Mary Sam is waiting for the result of her one subject in BTech. She already passed all other subjects and waiting for her result for her chemistry exam. Also my second daughter Vilina Sarah Sam is now writing her third sem BTech exam. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് പെൺമക്കളും എഞ്ചിനീയറിംഗിൻ്റെ ഫൈനൽ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ പിതാവ് മാലദ്വീപിൽ ജോലി ചെയ്യുന്നു. ഇതുവരെ സ്ഥിരമായൊരു ജോലിയോ ഉയർന്നൊരു ശമ്പളമോ ഇല്ല, സ്വന്തമായൊരു വീടോ ഇല്ലാതെ അവർ വിഷമിക്കാൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കും. മറ്റു രാജ്യങ്ങളിൽ വളരെ പ്രതീക്ഷയോടെ പോയ അനേകായിരങ്ങളുണ്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഫ്രണ്ടിന് പ്രൊമോഷൻ ലഭിച്ചു. നോക്കിക്കേ, ഈ പ്രാർത്ഥന വിഷയം വായിച്ചപ്പോൾ തന്നെ അടുത്തൊരു വിടുതലിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് വരുന്നത്. ഇന്ന് പകൽ മിസ്റ്റർ സാങ്കുട്ടി, താങ്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥനയ്ക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവിടെ പങ്കെടുക്കുവാൻ ധാരാളം ആളുകൾ ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ
ഞങ്ങളുടെ ഇന്നത്തെ പരിമിതമായ സാഹചര്യത്തിൽ താങ്കളെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുവാൻ കഴിയില്ല എങ്കിലും അഥവാ അത്യാവശ്യമായിട്ട് വരേണ്ടിയവർ ടെലഫോണിൽ വിളിച്ചു പറയാതെ ഇങ്ങോട്ട് വരരുത് എന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വീട്ടിൽ നമുക്ക് കാണാം, 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ ജോലി ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വലയുന്ന ജീവിതങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വലിയ നിറവിനാൽ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. 10 മണിക്ക് വീണ്ടും കാണാം. കൂട്ടുകാരോടൊന്ന് പറയണം, അയൽപക്കക്കാരോട് പറയണം, നമ്മുടെ വീട്ടിലേക്ക് അയൽപക്കക്കാരെ ഒക്കെ വിളിച്ചിരുത്തി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ശ്രേഷ്ഠമായ ദൈവിക ആലോചനയോടെ കർത്താവ് നമ്മെ കൊണ്ടുപോകും. 2 കരങ്ങളോ യേശുനാമം, യേശുനാമം, യേശുനാമം ഉയർന്നത്, യേശുനാമം, 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 യേശുനാമം ഉയർന്നത്. അഥവാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും കാരണം കൊണ്ട് താങ്കൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ വീണ്ടും രാവിലെ നമ്മൾ കാണണം. വളരെ വിടുതലോടെ ഓർക്കുക, ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു അത്ഭുതം പ്രവർത്തിക്കും. ആ 2 കരങ്ങളും ഉയർത്തി ജോലിക്ക് പോകുമ്പോൾ, ട്രെയിനിൽ, ആശുപത്രികളിൽ നമുക്ക് ഈ പാട്ട് ചേർന്ന് പാടിക്കൊണ്ട്, നല്ലവൻ എന്നേശുവേ നീ അത്ര നല്ലവൻ, 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 എന്നേശുവേ